സിനിമാ പ്രവർത്തകർക്കിടയിലെ ലഹരി ഉപയോഗത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി നിർമ്മാതാക്കൾ. നടന്മാർക്കും അണിയറ പ്രവർത്തകർക്കുമിടയിൽ ലഹരി ഉപയോഗം ഉണ്ടെന്ന് അറിയിച്ചിട്ടും നടപടി സ്വീകരിച്ചില്ല എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കുറ്റപ്പെടുത്തൽ. ലഹരി ഉപയോഗത്തിന് കാരണം സിനിമയല്ലെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നു. നിധിൻ അംബുജനാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നിധിൻ, ഇതിപ്പോൾ ഇങ്ങനൊരു കുറ്റപ്പെടുത്തൽ നേരത്തെ പലവട്ടം അറിയിച്ചിട്ട് അന്വേഷണം നടത്തിയില്ല എന്ന് ഇവർ പറയുന്നു. അപ്പോൾ അങ്ങനെയാണോ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക എന്നുള്ളതിനേക്കാൾ കൃത്യമായിട്ട് ഇപ്പോൾ ഈ നിമിഷത്തിൽ അന്വേഷണം തുടങ്ങിയാലും മതിയല്ലോ? അപ്പോൾ എന്താണ് ഇവരിങ്ങനെ കുറ്റപ്പെടുത്താൻ കാരണം? ഗുഡ് ഈവനിങ് സ്മിത. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ലഹരി ഉപയോഗം, അതിനെ തുടർന്നുണ്ടായ ആക്രമണത്തിലെല്ലാം തന്നെ സിനിമാ മേഖലയ്ക്ക് നേരെ വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. സിനിമയിലുള്ളവർ തന്നെ സിനിമാ മേഖലയിൽ ഇത്തരം വയലൻസും അതോടൊപ്പം തന്നെ ലഹരിയുടെ ഉപയോഗം കൂടുന്നു എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന ഇതിലൊരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സമൂഹത്തിൽ ലഹരി ഉപയോഗത്തിന് കാരണം അത് സിനിമയല്ലെന്നാണ് നിർമ്മാതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് നിർമ്മാതാക്കളുടെ സംഘടന ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗെയിമുകളും ഓൺലൈൻ ഗെയിമുകളിലും തന്നെ കുട്ടികൾ വർദ്ധിച്ചു വരുന്നത്, ഈ കുട്ടികൾ അത് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ വയലൻസിന് കാരണമാകുന്നു എന്നാണ് ഇപ്പോൾ ഈ നിർമ്മാതാക്കളുടെ സംഘടന ഈ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2023 ഏപ്രിലിൽ നിർമ്മാതാക്കളുടെ സംഘടന അന്ന് വാർത്താസഭ നടത്തി പറഞ്ഞിരുന്നു, സെറ്റുകളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നുണ്ട്, ചില നടന്മാർ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതിന് സർക്കാർ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അത്തരം സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നിർമ്മാതാക്കളുടെ സംഘടന പിന്തുണ അറിയിക്കുന്നുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ നടപടി ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ സിനിമയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. സിനിമ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. ആ സിനിമയെ കുറ്റം പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. സിനിമ ഒരു ഘടകമാണ്. പക്ഷേ എന്നാൽ പോലും സമൂഹത്തിലെ വയലൻസുകൾക്ക് ആകെ ഉത്തരവാദിത്വം സിനിമയെ ഏൽപ്പിക്കാൻ പറ്റില്ല. പകരം ഈ ഓൺലൈൻ ഗെയിമുകളിലെല്ലാം തന്നെ നിയന്ത്രിക്കേണ്ട സാഹചര്യമുണ്ട്. കുട്ടികൾ അത് വഴിതെറ്റുന്ന നിലയിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന ഒരു വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നിർമ്മാതാക്കളുടെ സംഘടന നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു, സെറ്റുകളിൽ ലഹരി ഉപയോഗം, അതിൽ സർക്കാർ ഒരു നടപടി സ്വീകരിച്ചില്ല എന്നാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, നിധിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി വരുന്നത്. ഏതായാലും ഇത്തരം ചർച്ചകൾ കൂടുതൽ നടക്കട്ടെ അല്ലേ? കാരണം ഈ ലഹരി ഉപയോഗം കൊണ്ട് കൂടുതൽ അതിക്രമങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട്. ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകൾ കേട്ടാൽ കൊച്ചുകുട്ടികൾ വരെ ഇതിനടിമയാകുന്നു, പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, കുടുംബങ്ങളിൽ സമാധാനമില്ലാതെയാകുന്നു, ഒരു തലമുറ മുഴുവനും ആ രീതിയിൽ പോകുന്നു എന്നുള്ളത് വരാൻ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിന് തടയിട്ടേ പറ്റുള്ളൂ.